ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ശ്രീമന്നാരായണീയം 18ാമത്തെ ദശകത്തിൽ പൃഥുചരിത്രത്തിൽ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പട്ടേരിപ്പാടിൻ്റെ പാതാരവിന്ദങ്ങളിൽ, പവനപുരാധീശൻ്റെ പാതാരവിന്ദങ്ങളിൽ ഈ അക്ഷരപൂജയെ, നാരായണീയ മധുരത്തെ സാദരം സമർപ്പിക്കുന്നു. പതിവ് പോലെ ആദ്യം ശ്രീമന്നാരായണീയത്തിലെ ആ 7ാമത്തെ ശ്ലോകം, തുടർന്ന് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ശ്രീഹരിയമ്പാടി നമുക്ക് സമർപ്പിക്കാം. ആത്മാനം യജതി മഘൈസ്ത്വയി ത്രിധാമന്നാരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലു ശതമഘ ഏത്യനീചവേഷോ ഹൃത്വാശ്വം തവ തനയാൽ പരാജിതോ ഭൂൽ. ഹേ ത്രിധാമൻ ത്വയി മഘൈ ആത്മാനം യജതി സതി ശതതമവാജിമേധയാഗേ ആരബ്ധേ സ്പർദ്ധാലു ശതമഘ നീചവേഷ ഏത്യ അശ്വം ഹൃത്വാ തവ തനയാൽ പരാജിത അഭൂ. ഭഗവാന്റെ പൃഥു
ചരിത്രത്തിലെ വളരെ വിശേഷമായിട്ടുള്ളൊരു ഭാഗമാണിത്. ഹേ ത്രിധാമൻ, 3 ധാമങ്ങളിലും 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനെ, ഭഗവാനെ, ത്വയി മഖൈ ആത്മാനം യജതി സതി, അവിടുന്ന് യാഗങ്ങളെ കൊണ്ട് തന്നെ യജിക്കുക, ഭഗവാനെ തന്നെ ഭഗവാൻ യജിക്കുക. ആർക്കു വേണ്ടിയാണ് യാഗം നടത്തുന്നത്? ഭഗവാനു വേണ്ടി ഭഗവാന് തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള യാഗം. അങ്ങനെ ശതതമവാജിമേധയാഗേ ആരബ്ധേ, ശതതമം 100ാമത്തെ വാജിമേധയാഗം, വാജിമേധം അശ്വമേധം അല്ലേ, ആ യാഗം ആരംഭിച്ചപ്പോ സ്പർദ്ധാലു ശതമഖ, സ്പർദ്ധാലുവായ അസൂയാലുവായി മാറിയ ശതമഖൻ, 100 അശ്വമേധയാഗം നടത്തിയ ഇന്ദ്രൻ. 100 അശ്വമേധയാഗം നടത്തിക്കഴിഞ്ഞാൽ അവർക്കും ഇന്ദ്രപദവിക്ക് അർഹത വരുന്നതാണ്. അതുകൊണ്ടാണ് ആ ശതമഖൻ 100 അശ്വമേധയാഗം നടത്തിയ ഇന്ദ്രൻ നീച്ച വേഷം കൈക്കൊണ്ട്, പാഖണ്ഡ വേഷം കൈക്കൊണ്ട്, നീച്ച വേഷ ഏത്യ എടുത്തിട്ട് അശ്വം ഹൃത്വ, ആ അശ്വമേധയാഗത്തിന്റെ കുതിരയെ അവിടുന്ന് അപഹരിച്ചു. ഗുരുവായൂരപ്പ അവിടുന്ന് പൃഥുവായി അവതരിച്ച് ആ അപഹരിച്ചവനെ അവിടുത്തെ പുത്രൻ പരാജയപ്പെടുത്തുകയും ചെയ്തു. ശതമഖ 100 അശ്വമേധയാഗം നടത്തിയവൻ അല്ലേ. അപ്പൊ അസൂയക്കുള്ള കാരണം ഇതാണ്. ഇവിടെയും 100ാമത്തെ അശ്വമേധയാഗം നടക്കുകയാണ്. അപ്പോ ത്രിഭുവനം, ത്രിമൂർത്തിമത്വം, ത്രൈഗുണ്യം ഇതൊക്കെ ഭഗവാനിൽ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ത്രിധാമൻ എന്ന് വിളിച്ചു. 3 ധാമങ്ങളുള്ളവൻ, ധാമം സ്ഥാനം. അപ്പൊ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ തന്നെ. എന്നാൽ ഇന്ദ്രൻ വിചാരിക്കുന്നത് ഇന്ദ്രന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ആത്മജ്ഞന്മാരുടെ അവസ്ഥ ഇതാണ് എന്ന് കാണിക്കുകയാണ്. അവനവന്റെ അളവുകൾ കൊണ്ട് മറ്റുള്ളവനെ അളക്കുമ്പോ തെറ്റുപറ്റും ഇല്ലേ. നമ്മൾ പറയാറില്ലേ, എല്ലാ മരത്തിലും കയറാൻ ഒരേ തളപ്പല്ല പറഞ്ഞവര് ഓരോരുത്തരെയും അവരുടെ ആ ഭാഗത്ത് നിന്ന് നോക്കി കാണണം. ദേവേന്ദ്രൻ എങ്ങനെ തോന്നിയുള്ളൂ? ഇതൊക്കെ തൻ്റെ സ്ഥാനം തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ദേവേന്ദ്രന് തോന്നി. പക്ഷേ സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല അല്ലേ. ലോകത്ത് ഐശ്വര്യം നിലനിൽക്കാൻ വേണ്ടി ഒരു ഭരണാധികാരി ചെയ്യേണ്ടുന്നതേ പൃഥു മഹാരാജാവ് ചെയ്തുള്ളൂ. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലി സമർപ്പിക്കാം. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമന്നാരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലു ശതമഖ ഏത്യ നീചവേഷോ ഹൃത്വാശ്വം തവ തനയാൽ പരാജിതോ ഭൂൽ. ശ്രീഹരിയം. നാരായണ 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 ശ്രീവൈന്യമൂർത്തേ. യാഗങ്ങളാൽ തന്നെ തന്നെ യജിക്കുന്നു ഭഗവാനും 100ാമത്തെ അശ്വമേധം ആരംഭിച്ചപ്പോൾ യാഗപശുവിനെ നീചവേഷം കെട്ടിക്കവർന്നോര ദേവേന്ദ്രനെ തോൽപ്പിച്ചല്ലോ പൃഥുസൂതനും. നാരായണ 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 ശ്രീവൈന്യമൂർത്തേ. നാരായണ നാരായണ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു
വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ.